മോഹൻദാസിനെ താൻ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതോ? തല്ലിച്ചതോ? ആ, ഈ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് താൻ ഇത്രയും പറഞ്ഞതിൽ ആകെയുള്ള സത്യം. കേട്ടോ കേട്ടോ, മോഹൻദാസിനെ ഗുണ്ടകളെ അയച്ച് തല്ലിച്ചതച്ചു. നിക്ക് തല്ലിച്ചതിന്റെ സാഹചര്യം കൂടി കേക്ക്. തന്റെ ഭർത്താവ് ധീരനും ആണത്തുള്ളവനും ആയിരിക്കണമെന്ന് ഏത് സ്ത്രീയും ആഗ്രഹിക്കും, ഇല്ലേ? ആഗ്രഹിക്കും. അല്ലെങ്കിൽ ആ ദാമ്പത്യ ബന്ധം തകരും. ഞാൻ ഗുണ്ടകളെ അയച്ചു മോഹൻദാസിനെ തല്ലാനല്ല, തല്ലുന്നതായിട്ട് അഭിനയിക്കാൻ. ശ്രീദേവി കാണുന്നത് എന്താ? മോഹൻദാസ് നെഞ്ചൂക്കുള്ള 5 തടിയന്മാരെ ഒറ്റക്കിടിക്കുന്നതാ. ആ ഒറ്റ സംഭവത്തിൽ ആ ദാമ്പത്യ ബന്ധത്തിന് കെട്ടുറപ്പുണ്ടായത്. ഇപ്പൊ തനിക്ക് വിശ്വാസം ഇല്ലേ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോടൂ? താൻ വിശ്വസിക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. വക്കീലങ്ങളിൽ ഇവിടുന്ന് ഇറക്കി വിടാനോ? ശരി, ഇയാള് നാളെ പോയിക്കോട്ടെ. മറ്റവനാരാ? അവനെ ഈ നിമിഷം ഇവിടുന്ന് ഇറക്കി വിടണം. അവനൊരു കള്ള തിരുമാലിയാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി. അവനെ പറഞ്ഞയക്കുന്നോ അതോ ഞാൻ അവനെ കഴുത്തി പിടിച്ച് വെളി തള്ളണോ? തള്ളിക്കോ, പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ കടുത്തതായിരിക്കും. അവൻ ആരാ? ഈ വീടുമായിട്ട് അവൻ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. എന്നെ ചൊല്ലി ആരും വഴക്കടിക്കണ്ട. ഞാൻ പോവുകയാണ്. മിസ്റ്റർ ബാബുരാജ്, എന്താണത്? എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു. ഞാൻ എന്നും അന്യനായിരുന്നു. അനാഥ മന്ദിരത്തിന്റെ ഏകാന്ത വരാന്തകളിൽ, തവളകളെ കീറിമുറിക്കുന്ന ബയോളജി ലാബുകളിൽ, എന്നും എവിടെയും അന്യൻ. മോഹൻദാസ് സാർ എനിക്ക് സ്നേഹം തന്നു. അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ഇപ്പോൾ എനിക്ക് വിദ്വേഷം തരുന്നു. ഞാൻ പോകുന്നതാണ് നല്ലത്. നിൽക്കൂ മിസ്റ്റർ ബാബുരാജ്. മിസ്റ്റർ ബാബുരാജിന്റെ മനസ്സ് നൊന്താൽ അവിടെ നിന്ന് മോഹൻദാസിന്റെ ആത്മാവ് കാണും, ഞെട്ടും. ആ ആത്മാവ് നിങ്ങൾക്കാർക്കും മാപ്പ് തരില്ല. മിസ്റ്റർ ബാബുരാജ്, ഞാനാണ് പറയുന്നത്. നിങ്ങൾ പോകരുത്. വരൂ, വരൂ, വരാൻ.